നിങ്ങൾ BSc അഗ്രികൾച്ചർ പഠിച്ചവരാണ് എങ്കിൽ ഒപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതാണ് പോസ്റ്റ്? റിസർച്ച് ഓഫീസർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള. ഇപ്പൊ നമ്മുടെ റിസർച്ച് ഓഫീസർ എന്നാണ് പോസ്റ്റിന്റെ പേര്. കാറ്റഗറി നമ്പർ 722/2025. സ്കെയിൽ ഓഫ് പേ 43,400 മുതൽ 91,200 വരെ. വേക്കൻസി ആകെ ഒന്നേ ഉള്ളൂ. പക്ഷേ ഒരു വേക്കൻസിയാണ് പഠിക്കാതിരിക്കേണ്ട, പഠിക്കുക. മാസ്റ്റർക്ക് അക്കാഡമി ഒരു ന്യൂ ഇയറിന് ഓഫർ കൊടുക്കുകയാണ്. BSc അഗ്രികൾച്ചർ യോഗ്യതയുള്ള സോയിൽ കൺസർവേഷൻ ഓഫീസർ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസറും ഈ ഒരു പോസ്റ്റ് റിസർച്ച് ഓഫീസർ പോസ്റ്റും കൂടെ നിങ്ങൾ എന്താണ് കമ്പൈൻ ചെയ്തൊരു കോംബോ ഓഫറായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നൂടെ പറയാം, സോയിൽ കൺസർവേഷൻ ഓഫീസർ യോഗ്യത എന്താണ്? BSc അഗ്രികൾച്ചർ. റിസർച്ച് ഓഫീസർ BSc അഗ്രികൾച്ചറും വേണം, 3 വർഷം എക്സ്പീരിയൻസും വേണം. ഈ 2 കോഴ്സ് ഒന്നിച്ച് ക്ലബ് ചെയ്ത് ഒറ്റ കോഴ്സായിട്ട്, അതായത് 2 കോഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ കോംബോ ഓഫർ കൊടുക്കുകയാണ്. ഈ 2 കോഴ്സ് നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ഒറ്റ ഫീസ് അടച്ചാൽ മതിയാകും. അതൊരു ന്യൂ ഇയർ ഓഫർ ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഒപ്പം ഇനി വേക്കൻസി ഒന്നേ ഉള്ളൂ. പഠിക്കാതിരിക്കേണ്ട ഒരു വേക്കൻസി ആണെന്ന് കരുതി വേക്കൻസി എണ്ണം കൂടും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എത്രയാണ്? 18 മുതൽ 36 വരെ. ഇനിയാണ് എല്ലാവരും അറിയേണ്ട കാര്യം, ക്വാളിഫിക്കേഷൻ. BSc അഗ്രികൾച്ചർ ഓർ ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷന്. ഒന്ന് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ്. ഓക്കെ. അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് 3 years experience in plant breeding or in similar line in plantation company registered under Companies Act of 1956 or in government department from central or state government services or in public sector undertaking registered private sector undertaking. അതായത് ഈ 3 വർഷം എക്സ്പീരിയൻസ് വേണമെങ്കിലും അത് വെറുതെ എവിടെങ്കിലും വർക്ക് ചെയ്താൽ പോരാ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആകണം. അതിൽ പ്രൈവറ്റ് സെക്ടറിന്റെ ആണെങ്കിൽ പോലും അത് രജിസ്റ്റേഡ് ആയിരിക്കണം. അങ്ങനെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള 3 വർഷം എക്സ്പീരിയൻസ് വേണം. BSc അഗ്രികൾച്ചർ മാത്രം പോരാ, ഈ എക്സ്പീരിയൻസ് വേണം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ ആണ് നിങ്ങളുടെ യോഗ്യതയെങ്കിൽ, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 6 മാസ കാലയളവ് ഇതിനു വേണ്ടി മാത്രം ഇരിക്കണം. കാരണം സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട്. റിസർച്ച് ഓഫീസർ ഉണ്ട്, 2ാമത്തെ പോസ്റ്റ് ഉണ്ട്. നന്നായി പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, നിങ്ങളുടെ യോഗ്യത BSc അഗ്രികൾച്ചർ ആണ് എങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. മാസ്റ്റർക്ക് അക്കാഡമി പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുകയാണ്. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.